2015 പുറത്തിറങ്ങിയ ഫോൾ ഇൻ ലവ് ലൈക്ക് എ സ്റ്റാർ എന്ന ചൈനീസ് ചലച്ചിത്രത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. വളരെ സാധാരണക്കാരായ ഒരു യുവതിയും ഒരു യുവാവും പ്രണയത്തിലായിരുന്നു. പക്ഷേ കാമുകി ഉപേക്ഷിച്ച ശേഷം 5 കൊല്ലങ്ങൾക്കപ്പുറം അവൻ കൊറിയയിലെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയും നടനുമൊക്കെയായി മാറി. അവന്റെ മാനേജറായി അവന്റെ ജീവിതത്തിലേക്ക് അതേ പഴയ കാമുകി തന്നെ തിരിച്ചെത്തുന്നു. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? വളരെ രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിയുമെങ്കിൽ കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ഒരു റോക്ക് ബാൻഡിൽ ഇൻസ്ട്രുമെന്റ് ട്യൂണറായി വർക്ക് ചെയ്യുന്ന സോ ഷിങ്ക്യുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ചലച്ചിത്രം ആരംഭിക്കുന്നത്. വളരെ വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്നും ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവണം എന്നതുമാണ് സോ ഷിങ്ക്യുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അന്നൊരു ദിവസം താൻ വളരെ വലിയ ക്രൗഡിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നതായി സ്വപ്നം കണ്ടൊക്കെ സോ ഷിങ്ക്യു നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് ബാൻഡ് അസിസ്റ്റന്റായ ടിയാൻഷിൻ വന്നു. ടിയാൻഷിനെ കണ്ട മാത്രയിൽ സോ ഷിങ്ക്യുവിന് അവളോട് അല്പം താല്പര്യം തോന്നി. ഈ സമയമായിരുന്നു ഒന്ന് സംഭവിച്ചത്. അതേ ബാൻഡിലെ ഡ്രമ്മറിന് വെള്ളം എടുത്തു കൊടുക്കാൻ ടിയാൻഷിൻ ചെന്നതും വെള്ളം അവളുടെ മേത്തേക്ക് കൊട്ടി വീഴുന്ന തരത്തിൽ ചെറിയ നീക്കം നടത്തിയ ആ ബാൻഡ് പെർഫോമർ മോശപ്പെട്ട രീതിയിൽ അവളുടെ ശരീരത്തെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അതിൽ ദേഷ്യം തോന്നിയ ടിയാൻഷിൻ പിന്നെ മടിച്ചില്ല. ആ ഡ്രമ്മറുടെ ദേഹത്തേക്ക് കയ്യിലിരുന്ന് വെള്ളമൊഴിച്ച് തന്റെ അരിശം തീർത്തു. ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്ന സുഷിങ്ക്യുവിനും അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സുഷിങ്ക്യു ഒരു കാര്യം ചെയ്തു. ഡ്രമ്മിന്റെ സിംബലിലോ കൂരിമാറ്റി. പിന്നാലെ ടിയാൻഷിനടുത്ത് ചെന്ന് അവളുടെ ദേഹത്ത് വീണ വെള്ളം തുടയ്ക്കാൻ അവൾക്ക് ടിഷ്യൂ കൊടുത്തു. ശേഷം അവളോട് ഇന്ന് പെർഫോമിംഗ് സമയത്ത് നല്ലൊരു രസകരമായ കാര്യമുണ്ടാകും, നീ നോക്കിയിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് പരിപാടി നടക്കുകയാണ്. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ഡ്രമ്മർ വലിയ ശബ്ദത്തിൽ സിംബൽ മുഴക്കും. അത്തരത്തിൽ സിംബലിലേക്ക് ഡ്രമ്മർ ആനടിച്ചതും ലോക്കില്ലാതിരുന്ന സിംബൽ തെറിച്ച് ഡ്രമ്മറിന്റെ മുഖത്തു തന്നെ വന്നിടിച്ചു. പിന്നെ പറയണോ, ഓഡിയൻസ് മുഴുവൻ ഡ്രമ്മറെ കളിയാക്കി. പക്ഷെ അതിനു പിന്നിൽ ടിയാൻഷിനും സുഷിൻക്യുവുമാണ് എന്ന തരത്തിൽ വന്നതോടെ ഇരുവരും അവരുടെ ജോലികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിലൊന്നും അവർക്കൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. ഇരുവരും അന്ന് ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോയി. അവർ ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. ആ സമയം ടിയാൻഷിൻ സുഷിൻക്യുവിനോട് താൻ കാരണമല്ലേ ജോലി പോയത് എന്ന തരത്തിൽ പറഞ്ഞ് മാപ്പപേക്ഷിച്ചു. ഒപ്പം തനിക്ക് വേണ്ടി അതൊക്കെ ചെയ്തതിന് നന്ദി പറയുകയും ചെയ്തു. പക്ഷെ അത് കേട്ടതും തനിക്കതിൽ ദുഃഖമില്ലെന്നും താൻ അവിടെ ആകെ ചെയ്തിരുന്നത് ഇൻസ്ട്രുമെന്റുകൾ ട്യൂൺ ചെയ്യൽ മാത്രമായിരുന്നു, ഒരിക്കൽ പോലും പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എന്നായിരുന്നു. പിന്നാലെ തന്റെ ആഗ്രഹവും അവൻ തുറന്നു പറഞ്ഞു. സുഷിങ്ക്യുവിന് വളരെയധികം അറിയപ്പെടുന്ന സിംഗർ സോങ് റൈറ്റർ ആവാനായിരുന്നു ആഗ്രഹം. അത് കേട്ടതും ടിയാൻഷിനും തന്റെ ആഗ്രഹം പറഞ്ഞു. അവൾക്ക് വളരെ വലിയ സെലിബ്രിറ്റികളുടെ മാനേജർ, ഏജന്റ് ആവാനായിരുന്നു താല്പര്യം. സമയം കടന്നുപോകും തോറും ടിയാൻഷുവും സുഷിങ്ക്യുവും വളരെയധികം അടുത്തു വന്നു. ഇരുവർക്കും പരസ്പരം പ്രണയം തോന്നി. പിന്നീട് ഇരുവരും ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ പ്രണയ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുഷിങ്ക്യു താൻ തന്റെ തുടർ പഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം ടിയാൻഷിനെ അറിയിച്ചു. ഒരിക്കലും തന്നെ മറക്കരുതെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ കിടന്നിരുന്ന ബ്രേസ്ലെറ്റ് ഊരി സുഷിങ്ക്യു അവൾക്ക് കൊടുത്തു. ടിയാൻഷിൻ സുഷിങ്ക്യുവിന് കൊടുത്തത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേനയായിരുന്നു. വിദേശ ജീവിതം ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് സുഷിങ്ക്യുവിന് പണം കൊടുത്ത് സഹായിക്കണം എന്ന് ടിയാൻഷിനുണ്ടായിരുന്നു. അവൾ അതിന് ശ്രമിച്ചെങ്കിലും സുഷിങ്ക്യു അത് നിരാകരിച്ചു. ഒരിക്കലും പരസ്പരം മറക്കില്ലെന്ന് ഇരുവരും അവിടെ വെച്ച് വാക്കുകൊടുത്തു. 5 വർഷങ്ങൾ കടന്നുപോയി. സുഷിങ്ക്യു ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പോപ്പുലർ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ്. ഒരു ദിവസം ഒരു ഫേമസ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റായ മെയിലിക്കൊപ്പം സുഷിങ്ക്യു ഒരു ആൽബം ഷൂട്ടിലാണ്. ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുന്ന സമയം സുഷിങ്ക്യുവിനോട് പ്രണയമുണ്ടായിരുന്ന മെയിലി തന്റെ ഫീലിംഗ് തുറന്ന് പ്രകടമാക്കി സുഷിങ്ക്യുവിനടുത്ത് പുറത്തുപോയാലോ എന്ന് ചോദിച്ചു. പക്ഷെ അതിൽ താല്പര്യമില്ലാത്ത പോലെ അവളെ അവഗണിച്ച് പോരുകയായിരുന്നു സുഷിങ്ക്യു അന്ന് ചെയ്തത്. ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് സുഷിങ്ക്യു പുറത്തേക്ക് വരുമ്പോൾ സുഷിങ്ക്യുവിന്റെ ഫാൻസ് അവിടെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സുഷിങ്ക്യുവിനെ കണ്ടതും അവർ ആരവം മുഴക്കി. പോപ്പുലർ മ്യൂസിക് ആർട്ടിസ്റ്റ് ആയതിൽ പിന്നെ സുഷിങ്ക്യു പരസ്യ മോഡലുമായി മാറിയിരുന്നു. രാജ്യത്തുടനീളം സുഷിങ്ക്യുവിന്റെ ഫ്ലെക്സുകളുണ്ട്. ഒരുപാട് ഫാൻസും സുഷിങ്ക്യുവിനുണ്ടായിരുന്നു. അന്ന് മടങ്ങുന്ന സമയം സുഷിങ്ക്യുവിന്റെ മാനേജർ മെയ്ജി സുഷിങ്ക്യുവിനോട് ഒരു അവാർഡ് സെറമണിയിൽ പങ്കെടുക്കണം എന്ന കാര്യം അറിയിച്ചു. പിന്നാലെ എന്ത് അവാർഡാണെന്നും പറഞ്ഞു. ഐഡൽ മാൻ ഇൻ ദ കാർ എന്ന പേരിൽ ചൈനയിലെ സ്ത്രീകൾക്കിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ 70% സ്ത്രീകൾ അവരുടെ ഭർത്താവായി തിരഞ്ഞെടുത്തത് സുഷിങ്ക്യുവിനെയായിരുന്നു. പിന്നാലെ ഒരു കാര്യം കൂടി മെയ്ജി പറഞ്ഞു. ഒരു പ്രൊഡ്യൂസർ ഒരു ഫിലിം ഓഫർ സുഷിങ്ക്യുവിന് വെച്ചിട്ടുണ്ടത്രേ, അവർ പിടിക്കാൻ പോകുന്ന ടീൻ ഐഡൽ ഫിലിമിൽ നായകനായിട്ട്. ഇതേ സമയം നമ്മൾ ടിയാൻഷിനെ കാണുകയാണ്. ടിയാൻഷിൻ എങ്ങോട്ടേക്കോ ധൃതി പിടിച്ച് പോവുകയായിരുന്നു. കാരണം എന്തെന്നല്ലേ, ഇന്ന് അവളുടെ ടാലന്റ് ഏജന്റ് ആയിട്ടുള്ള കമ്പനിയിലെ ആദ്യ ജോലി ദിവസമാണ്. അവൾ ഏജന്റ് കമ്പനിയിലേക്ക് എത്തി. അവിടെ വെച്ച് ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്.
നോക്കുകയാണ്. ടിയാൻഷിൻ ജോലി നോക്കുന്ന ആ ഏജന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് സുഷിൻഗ്യുവിന്റെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. കമ്പനിയിലേക്ക് എത്തിയതും ടിയാൻഷിൻ സുഷിൻഗ്യുവിന്റെയും മെയ്ജിയുടെയും മുന്നിൽ ചെന്നുപെട്ടു. ഇരുവരും പരസ്പരം നോക്കി നിന്നു. അവിടെ നിന്ന് കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് സുഷിൻഗ്യു ഇംഗ്ലണ്ടിൽ പഠിച്ച് അവിടെ ഒരു റെസ്റ്റോറന്റിൽ ജോലി നോക്കുന്ന സമയം സുഷിൻഗ്യുവിന് ടിയാൻഷിന്നിന്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ വന്നു. സുഷിൻഗ്യുവിനോട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ. ആദ്യം സുഷിൻഗ്യു അത് തമാശയാണ് എന്നാണ് കരുതിയതെങ്കിലും ബ്രേക്കപ്പ് വേണമെന്ന് ടിയാൻഷിൻ തറപ്പിച്ചു പറഞ്ഞു. സുഷിൻഗ്യുവിന്റെ ഫോൺ കോളുകൾ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞത്. കൂട്ടത്തിൽ തനിക്കിപ്പോ നല്ലൊരു ജോലിയുണ്ടെന്നും താൻ പുതിയൊരു ബോയ് ഫ്രണ്ടിനെ നോക്കുകയാണ് എന്നും അവൾ പറഞ്ഞു. താനൊരു പാവപ്പെട്ടവനും പണമില്ലാത്തതുമായതുകൊണ്ട് ടിയാൻഷിൻ തന്നെ തേച്ചു എന്നായിരുന്നു സുഷിൻഗ്യു വിശ്വസിച്ചത്. പക്ഷെ ടിയാൻഷിൻ ആകട്ടെ അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വിളിക്കുന്നത് വളരെ ചിലവേറിയ സംഗതിയാണ്. സുഷിൻഗ്യു ആണെങ്കിൽ എപ്പോഴും അവളെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബ്രേക്കപ്പ് പറഞ്ഞാൽ അവൻ പഠനത്തിൽ ശ്രദ്ധിക്കുകയും നാട്ടിലേക്ക് വിളിച്ച് പണം വേസ്റ്റാക്കാതെയും ഇരിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇരുവരും കാണുന്നത് അന്നായിരുന്നു. ടിയാൻഷിന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ടിയാൻഷിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സുഷിൻഗ്യു അവിടെ നിന്ന് നടന്നുപോയി. പിന്നാലെ സുഷിൻഗ്യു ഏജൻസിയുടെ ഡിവിഷൻ റൂമിലേക്ക് കയറി ചെന്നു. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അവിടെ ചെറിയ ബഹളവും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. എംപ്ലോയീസ് മുഴുവൻ ബോസ് സംസാരിക്കുന്നത് കേട്ട് പുറത്തു നിൽക്കുന്നു. ടിയാൻഷിൻ നോക്കുമ്പോൾ സുഷിൻഗ്യു അകത്ത് മാനേജറോടും തന്റെ ബോസിനോടും ഒരു സിനിമയുടെ കാര്യവും പറഞ്ഞ് വല്ലാതെ തർക്കിക്കുകയാണ്. സംഭവം എന്തെന്നാൽ നേരത്തെ പറഞ്ഞ മൂവി റോളിന്റെ കാര്യമില്ലേ, അതിൽ മാനേജർ മെയ്ജി ഏകപക്ഷീയമായി സുഷിൻഗ്യുവിനോട് ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്തിരുന്നു. സുഷിൻഗ്യു അതിനെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയുമാണ്. തർക്കം വല്ലാത്തൊരു അവസ്ഥയിലെത്തി. ഒടുവിൽ മെയ്ജി താനിനി സുഷിൻഗ്യുവിന്റെ മാനേജറായി ജോലി നോക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ സുഷിൻഗ്യുവും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെ ടിയാൻഷിൻ നിൽക്കുന്ന കണ്ടതും ടിയാൻഷിനെ അടുത്തു വന്ന് ഇവള ഇനി മുതൽ എന്റെ മാനേജർ എന്ന് സുഷിൻഗ്യു അനൗൺസ് ചെയ്തു. പിന്നാലെ സുഷിൻഗ്യുവും ടിയാൻഷിനും കൂടി അവിടെ നിന്നൊരു റെസ്റ്റോറന്റിൽ പോയി. അവിടെ വെച്ച് ടിയാൻഷിൻ തന്നെ എന്തിനാ മാനേജറാക്കിയത് എന്ന് ചോദിച്ചെങ്കിലും സുഷിൻഗ്യു കാര്യമായൊന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അന്ന് വീട്ടിലേക്കെത്തിയ ടിയാൻഷിൻ എന്തുകൊണ്ടായിരിക്കും സുഷിൻഗ്യു തന്നെ മാനേജറാക്കിയത് എന്നങ്ങനെ റൂമിലുള്ള ഒറ്റയ്ക്ക് കറുത്ത ആകാശവും നോക്കിയിരിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രത്തിലേക്ക് നോക്കി ചിന്തിച്ചിരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് തന്റെ കയ്യിൽ കിടന്നിരുന്ന പണ്ട് സുഷിൻഗ്യു കൊടുത്തിരുന്ന ആ ബ്രേസ്ലെറ്റ് അവൾ ഊരിയെടുത്ത് ആ പെയിന്റിങ്ങിൽ ചാർത്തിയിട്ടു. തൊട്ടു പിന്നാലെ സുഷിൻഗ്യുവിന്റെ അടുത്ത് നിന്ന് ടിയാൻഷിനൊരു മെസ്സേജ് വന്നു. നാളെ രാവിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ എത്തണം എന്നതായിരുന്നു ആ മെസ്സേജ്. അടുത്ത ദിവസം പകലിൽ തന്നെ ടിയാൻഷിൻ സുഷിൻഗ്യുവിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തി. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അവൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സുഷിൻഗ്യു വരുന്നതും കാത്തു നിൽക്കാൻ തുടങ്ങി. സുഷിൻഗ്യുവിന് അവിടെ വളരെ മികച്ച ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സുഷിൻഗ്യു വന്നു. സംസാരിക്കുന്ന സമയം സുഷിൻഗ്യു ടിയാൻഷിനോട് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. അവളെ വിളിച്ചു വരുത്തിയത് തന്റെ ഈ ലക്ഷറി ജീവിതവും ലക്ഷറി അപ്പാർട്ട്മെന്റും ഒക്കെ അവളെ കാണിക്കാനാണത്രേ. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് സംസാരിച്ച് ചെറിയൊരു വാക്കുതർക്കം പോലും ഉണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് ടിയാൻഷിനിന്റെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. സുഷിൻഗ്യുവിന്റെ സ്കെഡ്യൂൾസും ഇവന്റ്സും മറ്റു കാര്യങ്ങളും എല്ലാം അവൾക്ക് കൃത്യമായി മാനേജ് ചെയ്യണമല്ലോ. വളരെ മികച്ച ഒരു മാനേജറായി തന്നെ അവൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുഷിൻഗ്യുവിന് വളരെ വലിയൊരു ബ്രാൻഡുമായി കൊളാബറേഷന്റെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. പത്രക്കാരടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ആ ഇവന്റിലുണ്ട്. പക്ഷേ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നേരം തന്റെ പ്രിയപ്പെട്ട പേന നഷ്ടപ്പെട്ടതായി സുഷിൻഗ്യുവിന് മനസ്സിലായി. ആ പേനയില്ലാതെ സൈൻ ചെയ്യില്ല എന്നായിരുന്നു സുഷിൻഗ്യുവിന്റെ വാശി. ടിയാൻഷിൻ ഒരുപാട് വട്ടം മറ്റൊരു പേന ഉപയോഗിക്കാനൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും സുഷിൻഗ്യു ഒന്നിനും വഴങ്ങിയില്ല. അവിടെ നിന്ന് സുഷിൻഗ്യു പോരാൻ തുടങ്ങിയ സമയത്ത് സുഷിൻഗ്യുവിന്റെ മറ്റൊരു അസിസ്റ്റന്റ് അദ്ദേഹത്തിന്റെ ആ പേനയുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആ പേന കണ്ട് ഒരു നിമിഷം ടിയാൻഷിൻ ഞെട്ടിത്തെറിച്ചു നിന്നു. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് സുഷിൻഗ്യുവിന് ടിയാൻഷിൻ സമ്മാനിച്ച പേനയായിരുന്നു അത്. ഈ പേന എന്തിനാ ഇപ്പോഴും കൊണ്ടു നടക്കുന്നേ എന്ന് ടിയാൻഷിൻ സുഷിൻഗ്യുവിനോട് ചോദിച്ചെങ്കിലും അതിനെപ്പറ്റിയൊന്നും നീ കൂടുതൽ ചിന്തിക്കണ്ട എന്നായിരുന്നു സുഷിൻഗ്യുവിന്റെ മറുപടി. അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് തിരികെ എത്തിയ ടിയാൻഷിൻ സുഷിൻഗ്യുവിനെ പറ്റിയും തങ്ങളുടെ നല്ല പഴയകാലത്തെ പറ്റിയും ദുഃഖത്തോടെ ഓർത്തുകൊണ്ടേയിരുന്നു. സുഷിൻഗ്യു വിചാരിച്ചിരിക്കുന്നത് ടിയാൻഷിൻ തന്നെ തേച്ചെന്നാണെങ്കിലും ഒരിക്കൽ പോലും ടിയാൻഷിൻ അങ്ങനെ ചെയ്തിരുന്നില്ല. അവൾ എന്നും സുഷിൻഗ്യുവിനെ പ്രണയിച്ച് ഇപ്പോഴും അവനെ തന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ടിയാൻഷിൻ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം തന്റെ യൂണിവേഴ്സിറ്റി സീനിയർ ആയിരുന്ന ചെൻഷുവൻ എന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. ചെൻഷുവൻ ഇപ്പോ ആ റെസ്റ്റോറന്റിൽ ഒരു ഷെഫായി ജോലി നോക്കുകയാണ്. അവർ കുറച്ചുനേരം സംസാരിച്ചിരുന്നു. ആ സമയം താൻ സുഷിൻഗ്യുവിന്റെ മാനേജറാണ് എന്ന കാര്യം ടിയാൻഷിൻ അയാളോട് വെളിപ്പെടുത്തി.
ഇതേ സമയം സുഷിൻഗ്യു ആകട്ടെ തന്റെ ഒരു ആഡ് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് സെലിബ്രിറ്റി മെയ്ലിക്കൊപ്പം മേക്കപ്പ് ചെയ്തിരിക്കുന്നു. സുഷിൻഗ്യുവിന്റെ ഒപ്പം അഭിനയിക്കുന്ന കാര്യമായതിനാൽ മെയ്ലി വളരെ സന്തോഷത്തിലാണ്. ഈ ആഡ് ഫിലിമിൽ കപ്പിൾസായി അഭിനയിക്കുന്ന പോലെ ഒറിജിനലിലും തങ്ങൾക്ക് കപ്പിൾസ് ആയാലോ എന്ന മട്ടിൽ മെയ്ലി ഒന്ന് അവന് നേരെ എറിഞ്ഞു നോക്കി. പക്ഷെ അവൾ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാത്തതുപോലായിരുന്നു സുഷിൻഗ്യുവിന്റെ പെരുമാറ്റം മുഴുവൻ. ഏതാണ്ട് ഇതേ സമയം ടാലന്റ് ഏജൻസി കമ്പനിയുടെ ബോസ് മെയ്ജിയുമായി സംസാരിക്കുകയാണ്. സുഷിൻഗ്യുവിന്റെ വിജയത്തെപ്പറ്റിയും അവന്റെ സക്സസിനെ പറ്റിയും ഒക്കെയായിരുന്നു ബോസിന്റെ സംസാരം. ഓ, അത് പിന്നെ അവന്റെ കരിയറിന്റെ തുടക്കം മുതല് ഇപ്പോഴത്തെ മാനേജറാണല്ലോ അവനെ നോക്കി വളർത്തി ഇത്രയൊക്കെ ആക്കിയത് എന്ന മട്ടിൽ പറഞ്ഞ മെയ്ജി തന്റെ ഉള്ളിലെ കുശുമ്പും വെറുപ്പും വെളിവാക്കി. പക്ഷെ അതൊന്നും ടിയാൻഷനിന് കാര്യമേ ആയിരുന്നില്ല. ആരുടെയും ബഹുമാനമോ അപ്രിസിയേഷനോ ഒന്നും അവൾ ആഗ്രഹിച്ചിരുന്നുമില്ല. അവൾ കൃത്യമായി തന്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. മെയ്ജി ആകട്ടെ സുഷിൻഗ്യുവുമായുള്ള തന്റെ പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിച്ചതിൽ തനിക്ക് യാതൊരു വിഷമമില്ലെന്നും സുഷിൻഗ്യു അല്ലെങ്കിലും മര്യാദ കെട്ടവനും നന്ദിയില്ലാത്തവനുമാ എന്ന് പറയുകയും ചെയ്തു. ഒരു അപ്കമിംഗ് മ്യൂസീഷ്യനായ ഗാവോ മാങ്ങിന്റെ പ്രൊഫൈലായിരുന്നു മെയ്ജി അപ്പോൾ കൈകാര്യം ചെയ്തിരുന്നത്. രഹസ്യമായി ഗാവോ മാങ്ങിനെ സുഷിൻഗ്യുവിന്റെ എതിരാളിയായി വളർത്തിക്കൊണ്ടുവരണം എന്നൊരാഗ്രഹവും മെയ്ജിക്കുണ്ടായിരുന്നു. ഗാവോ മാങ്ങിനെ വളർത്തിക്കൊണ്ടുവന്ന് സുഷിൻഗ്യുവിന്റെ പോപ്പുലാരിറ്റി ഇല്ലാതാക്കാം എന്നൊക്കെയായിരുന്നു മെയ്ജി കണക്കുകൂട്ടി വെച്ചിരുന്നത്. ഒരു മീറ്റിംഗിൽ വെച്ച് സുഷിൻഗ്യുവും ഗാവോ മാങ്ങും കണ്ടുമുട്ടി. ഇരുവരും തമ്മിലുള്ള പരസ്പര മത്സരവും ഉള്ളിന്റെ ഉള്ളിലുള്ള ശത്രുതയും അവിടെ പ്രകടമായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് തന്നെ പഴയ പ്രശ്നമുണ്ടായ ടീൻ ഐഡൽ ഫിലിമിൽ നായകനായി സുഷിൻഗ്യുവിന് പകരം താൻ ഗാവോ മാങ്ങിനെ റെക്കമെൻഡ് ചെയ്തെന്നും അവിടെ വെച്ച് മെയ്ജി അഭിമാനത്തോടെ പറഞ്ഞു. പിന്നാലെ സുഷിൻഗ്യുവിന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞുപോയ തങ്ങളെ അതിന് കാരണം പറയരുതട്ടോ എന്ന മട്ടിൽ കുത്തുവാക്കിലൂടെ സുഷിൻഗ്യുവിനെ ഒന്ന് കുത്തിനോവിക്കാനും ശ്രമിച്ചു നോക്കി. അത് മനസ്സിലായതും അവിടെയുണ്ടായിരുന്ന ടിയാൻഷിൻ ഉടൻ ചാടി പറഞ്ഞു, സുഷിൻഗ്യുവിന് അങ്ങനെ വളരെ പെട്ടെന്ന് വലിയ സക്സസ് ആവണം, വളരെ വലിയ ഫെയിം നേടണം, അങ്ങനെ ഒന്നുമില്ല. പതിയെ പതിയെ ഈ പ്രോസസ് ഒക്കെ ആസ്വദിച്ച് ടോപ്പിലെത്തിയാ മതിയെന്ന അവന്റെ ആഗ്രഹം. ഈ സമയം മീറ്റിംഗിൽ വെച്ച് മറ്റൊരു കാര്യം വെളിവാക്കപ്പെട്ടു. വളരെ പ്രശസ്തനായ പോപ്പുലർ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ക്രിയേറ്റർ സോങ്മിങ് പുതിയ മ്യൂസീഷ്യൻസിനെ തിരയുന്നുണ്ട്. മെയ് ആ അവസരം വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. സോങ്മിങ്ങിന്റെ ഒപ്പം ആര് വർക്ക് ചെയ്താലും അവരുടെ കരിയർ ഒറ്റയടിക്ക് ടോപ്പ് നോച്ചിലെത്തും. അത്രയും പെട്ടെന്ന് അവരൊരു ബ്രാൻഡായി മാറും. അതുകൊണ്ട് ഗാവോ മാങ്ങിനെ സോങ്മിങ്ങുമായി കൂട്ടിമുട്ടിച്ച് അവരുടെ കൊളാബിൽ ഒരു ആൽബം പുറത്തിറക്കണം എന്നവൾ പ്ലാൻ ചെയ്തു. അങ്ങനൊരു അവസരം വന്നാൽ ടിയാൻഷനും വിട്ടുകൊടുക്കില്ലല്ലോ. സോങ്മിങ്ങിനൊപ്പം സുഷിൻഗ്യുവിനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നവൾ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി അവൾ പരമാവധി സോങ്മിങ്ങുമായി സംസാരിച്ചു നോക്കാനും പലതരത്തിൽ ശ്രമിക്കാനും തുടങ്ങി. പക്ഷേ സോങ്മിങ് അങ്ങനെ എളുപ്പത്തിൽ കൺവിൻസ്ഡ് ആവുന്ന മറ്റൊരാളുടെ റെക്കമെൻഡേഷനിൽ ആളെ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. കോഓപ്പറേഷൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അടക്കമായി ടിയാൻഷിൻ സോങ്മിങ്ങിനെ ചെന്ന് കണ്ടെങ്കിലും വളരെ ദേഷ്യത്തിൽ ആ ഡോക്യുമെന്റ്സ് ഒക്കെ സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞ സോങ്മിങ് അവളോട് അതൊക്കെ ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി പെറുക്കിയെടുത്തോളം പറഞ്ഞ് അവിടെ നിന്ന് നടന്നുപോയി. ഇതേ സമയം ഗാവോ മാങ്ങിന്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിച്ചു വരികയായിരുന്നു. മെയ്ജിയുടെ സഹായത്തോടെ വളർന്ന ഗാവോ മാങ് പെട്ടെന്ന് തന്നെ ടീനേജേഴ്സിന്റെ ഇടയിൽ തരംഗമായി മാറി. കൃത്യമായി പറഞ്ഞാൽ അത്തവണത്തെ ഐഡിയൽ മാൻ വോട്ടിംഗിൽ സുഷിൻഗ്യുവിനെ പിന്നിലാക്കി ഗാവോ മാങ് മുൻനിരയിലേക്ക് കയറിയിരുന്നു. ഗാവോ മാങ്ങിന്റെ പോപ്പുലാരിറ്റി ഇങ്ങനെ കൂടി വരുന്നത് സുഷിൻഗ്യുവിനെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വേണ്ടി ടിയാൻഷിൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ടിയാൻഷിൻ സുഷിൻഗ്യുവിനെ സ്വന്തം മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടി കൂടുതലായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ വർക്ക് കാണിച്ച് സോങ്മിങ്ങിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാം എന്നായിരുന്നു ടിയാൻഷിന്റെ അഭിപ്രായം. പക്ഷേ സുഷിൻഗ്യു അപ്പോഴേക്കും ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സോങ്മിങ് തന്നെ പരിഗണിക്കാനേ പോകുന്നില്ല എന്ന മട്ടിലായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ ടിയാൻഷിൻ എന്നിട്ടും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം സോങ് എഴുതാനുള്ള തന്റെ ഇൻസ്പിറേഷനൊക്കെ ഇപ്പൊ പോയി എന്ന് സുഷിൻഗ്യു പറഞ്ഞതും ടിയാൻഷിൻ സുഷിൻഗ്യുവിന്റെ മൂഡ് മാറ്റാനായി ഒരു പദ്ധതി ഇട്ടു. പത്രക്കാരും ഫാൻസും ആരും എത്തിപ്പെടാത്ത ഒരിടത്തേക്ക് സുഷിൻഗ്യുവിനെ കൊണ്ടുപോവുക. അങ്ങനെ സ്വന്തം പാട്ടെഴുതാൻ സുഷിൻഗ്യുവിന് അവസരമൊരുക്കുക. ഏറെ ഉള്ളേരിയയിലുള്ള ജാസ് മ്യൂസിക് പെർഫോമൻസ് നടക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു ആദ്യമേ ടിയാൻഷിൻ സുഷിൻഗ്യുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. സുഷിൻഗ്യുവിന് അവിടുത്തെ ആംബിയൻസും ആ മ്യൂസിക്കുമെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഓഡിയൻസും അതുപോലെ ജാസ് മ്യൂസിക് പെർഫോമൻസ് അത്രമേൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാണികളിൽ ഒരാൾക്ക് പാടാൻ അവസരം വരുമെന്നായതും ടിയാൻഷിൻ സുഷിൻഗ്യുവിന്റെ കൈയുയർത്തി. സുഷിൻഗ്യുവിനെ പെർഫോമേഴ്സിൽ ഒരാൾ വേദിയിലേക്ക് ക്ഷണിച്ചു. പിന്നാലെ വേദിയിലെത്തിയ സുഷിൻഗ്യു അവിടെ വെച്ച് ഏറെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. അത്രമേൽ നല്ലൊരു ഗാനമായിരുന്നു അത്. ടിയാൻഷിനും ഓഡിയൻസ് മുഴുവനും അതിൽ ലയിച്ചിരുന്നു പോയി. പക്ഷെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയായിരുന്നു. അതേ റെസ്റ്റോറന്റ് ബാൽക്കണിയിൽ ആ മ്യൂസിക് കേട്ടുകൊണ്ട് സോങ്മിങ്ങും ഉണ്ടായിരുന്നു.
എന്തായാലും സുഷൻഗ്യുവിന്റെ ആ മ്യൂസിക്കൽ പെർഫോമൻസ് സോങ്മിങ്ങിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം അപ്പോൾ ഒന്നും അവരോട് പറഞ്ഞില്ല, അവരുടെ മുന്നിൽ ചെന്നതുമില്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം തന്റെ കൂട്ടുകാർക്കൊപ്പം ടിയാൻഷിൻ ഒരു പാർട്ടിക്ക് പോയി. അവിടെ വെച്ച് ഏറെ മദ്യപിച്ച അവൾ മദ്യലഹരിയിൽ തന്റെ മനസ്സിലെ പ്രണയം സുഷൻഗ്യുവിനോട് തുറന്നു പറഞ്ഞ് മെസ്സേജ് അയച്ചു. അടുത്ത ദിവസം സുഷൻഗ്യു അവളോട് അതിന് വിശദീകരണം ചോദിച്ചു. അന്നൊരു മ്യൂസിക് വീഡിയോയുടെ ഷൂട്ട് നടക്കുകയാണ്. ഹോട്ട് എയർ ബലൂൺ വെച്ചുള്ള ഷൂട്ടിനിടയ്ക്ക് പെട്ടെന്ന് ഹോട്ട് എയർ ബലൂൺ കണക്ട് ചെയ്തിരുന്ന വള്ളി പൊട്ടിപ്പോയി. എയർ ബലൂൺ പറന്നുയരുന്ന കണ്ടതും പുറത്തു നിൽക്കുകയായിരുന്ന ടിയാൻഷിൻ തന്റെ ജീവൻ പോലും അപകടത്തിലാവും എന്നതോർക്കാതെ സുഷൻഗ്യുവിനെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയിൽ ആ എയർ ബലൂണിലേക്ക് ചാടിക്കയറി. പക്ഷെ ഇരുവർക്കും അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ഇരുവരും ആ ഹോട്ട് എയർ ബലൂണിൽ ട്രാപ്പായി പോയി. പക്ഷേ പരിക്കൊന്നും പറ്റാതെ കുറച്ച് സമയത്തിനപ്പുറം ഇരുവരും ലാൻഡ് ചെയ്തു. ഇരുവരും തനിച്ചായ ആ സമയത്ത് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടായത് എന്ന കാര്യം ടിയാൻഷിൻ സുഷൻഗ്യുവിനോട് വെളിപ്പെടുത്തി. അവളുടെ വിശദീകരണം മുഴുവൻ കേട്ടതും അവൾ പറഞ്ഞത് അത്രയും ശരിയാണ് എന്ന് തോന്നിയ സുഷൻഗ്യു വീണ്ടും തങ്ങൾക്ക് പ്രണയത്തിലാവാം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അത് വേണോ എന്ന തരത്തിൽ ടിയാൻഷിൻ അല്പം മടിച്ചു നിന്നെങ്കിലും അല്പം കഴിഞ്ഞ് അവളും സമ്മതിച്ചു. രാത്രി അവർ ഒറ്റയ്ക്കിരുന്ന് നക്ഷത്രങ്ങളെ നോക്കി നക്ഷത്രങ്ങളെ തങ്ങളുമായി കമ്പയർ ചെയ്യാനും അതിനെപ്പറ്റി ധാരാളമായി സംസാരിക്കാനും തുടങ്ങി. പിന്നീട് കുറച്ച് നാളുകൾ കൊണ്ട് ഇരുവരുടെയും കരിയറിൽ വലിയ വളർച്ച നേടിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടിയാൻഷിന് അസുഖം വന്നു. അവളെ അപ്പാർട്ട്മെന്റിൽ പോയി സന്ദർശിക്കണം എന്ന് സുഷിൻഗ്യു കരുതി. അതിനുവേണ്ടി ഒരു പെണ്ണിന്റെ വേഷമൊക്കെ കെട്ടി അവൻ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. പക്ഷെ ആ സമയം സുഷിൻഗ്യുവിനെ വിസിറ്റ് ചെയ്യാൻ അങ്ങോട്ടേക്ക് സുഷിൻഗ്യുവിന്റെ പഴയ സീനിയറായ ഷെഫും എത്തിയിരുന്നു. അവിടെ എത്തിയ സുഷിൻഗ്യുവിന് ടിയാൻഷിനെയും ഷെൻഷുവിനെയും ഒരുമിച്ച് കണ്ടതും തെറ്റിദ്ധരിച്ച് അല്പം കുശുമ്പും അസൂയയും തോന്നി. ടിയാൻഷിനോട് ദേഷ്യം തോന്നിയിരുന്ന അവൻ തുടർന്നുണ്ടായിരുന്ന ഒരു ഫിലിം ഷൂട്ടിനിടയിൽ വെച്ച് മെയിലിയുമായി അവളുടെ മുന്നിൽ വെച്ച് കുറച്ചടുത്തിടപഴകി. അത് ടിയാൻഷിനിൽ കൂടുതൽ വിഷമമുണ്ടാക്കി. പിന്നാലെ പരസ്പരം ഒന്ന് വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് സുഷിൻഗ്യുവും ടിയാൻഷിനും കൂടി ഷെൻഷുവിനെയും മെയിലയെയും ഒരുമിച്ച് വിളിച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. പക്ഷെ ആ മീറ്റിംഗിനിടയിൽ ഒരു സംഭവമുണ്ടായി. സോങ്മിങ് തന്റെ അടുത്ത ആൽബത്തിലേക്ക് സുഷിൻഗ്യുവിനെ ക്ഷണിച്ചു. അതറിഞ്ഞതും എല്ലാ ദേഷ്യവും മറന്ന് സുഷിൻഗ്യുവും ടിയാൻഷിനും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പക്ഷെ ഇതറിഞ്ഞ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടായിരുന്നു, മേജി. സുഷിൻഗ്യുവിനെ എങ്ങനെയും തകർക്കണം എന്നാലോചിച്ച മേജി ഒരു മഞ്ഞ പത്രക്കാരനെ കണ്ടുപിടിച്ച് സുഷിൻഗ്യുവിന്റെ പിന്നാലെ നിരീക്ഷിക്കാനും അവനെ താഴ്ത്തിക്കെട്ടാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞു. അന്ന് രാത്രിയിൽ ആ പത്രക്കാരൻ സുഷിൻഗ്യുവിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. സുഷിൻഗ്യുവും ടിയാൻഷിനും കൂടി രാത്രി ഒരുമിച്ച് അവരുടെ പേഴ്സണൽ സമയം ചിലവഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആ പത്രക്കാരൻ ക്യാമറയിൽ പകർത്തി. ആ ഫോട്ടോസൊക്കെ പത്രക്കാരൻ മേജിക്ക് കൈമാറുകയും ചെയ്തു. സുഷിൻഗ്യുവിനെ മെന്റലി ഡൗൺ ആക്കാം എന്നായിരുന്നു മേജി ആദ്യം ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ടിയാൻഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ മേജി ആ ഫോട്ടോസ് കാണിച്ച്, ഈ ഫോട്ടോസ് ലീക്കായാൽ സുഷിൻഗ്യുവിന്റെ കരിയർ തന്നെ ഇല്ലാതാകും, അതുകൊണ്ട് നീ അവനെ വിട്ടുപോകണം എന്ന് പറഞ്ഞു. ഒപ്പം അവളെ ഒരുപാട് ശകാരിക്കുകയും ചെയ്തു. സുഷിൻഗ്യുവിന്റെ കരിയർ നശിച്ചു പോവരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ടിയാൻഷിൻ അതോടെ സുഷിൻഗ്യുവിനെ വിട്ടുപോവാൻ തയ്യാറായി. അവൾ ആ കമ്പനിയിൽ നിന്ന് മേജി പറഞ്ഞ പോലെ റിസൈൻ ചെയ്തു. പക്ഷേ ഇതേ സമയം മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. സുഷിൻഗ്യുവും സോങ്മിങ്ങും കൂടി ചേർന്നൊരുക്കിയ ആൽബം വളരെ വലിയ ഹിറ്റായി മാറി. സുഷിൻഗ്യുവിന്റെ പോപ്പുലാരിറ്റി ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നു. പിന്നാലെ ഒരുപാട് ഫാൻസിന് മുന്നിൽ വലിയൊരു സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കണം എന്ന സുഷിൻഗ്യുവിന്റെ ആഗ്രഹവും നടന്നു. അന്ന് കാണികൾക്കിടയിൽ എല്ലാവരെയും പോലെ ഒരാളായി ടിയാൻഷിനും ഉണ്ടായിരുന്നു. നിറക്കണ്ണുകളോടെ സുഷിൻഗ്യുവിന്റെ വളർച്ചയും മറ്റും കണ്ട് അവന്റെ മുന്നിൽപ്പെടാതെ സന്തോഷപ്പെട്ട് അവൾ ഉണ്ടായിരുന്നു. പക്ഷെ ടിയാൻഷിൻ എന്തിനാണ് തന്നെ വിട്ടുപോയത് എന്ന് സുഷിൻഗ്യുവിന് മനസ്സിലായിരുന്നില്ല. ടിയാൻഷിനെ പറ്റി സുഷിൻഗ്യു ഏറെ അന്വേഷിച്ചു. പക്ഷെ അവന് ആകെ കണ്ടെത്താൻ സാധിച്ചത് അവളുടെ അപ്പാർട്ട്മെന്റിൽ അവശേഷിച്ചിരുന്ന പണ്ട് താൻ അവൾക്ക് സമ്മാനിച്ച ചുവന്ന ബ്രേസ്ലെറ്റ് മാത്രമായിരുന്നു. ടിയാൻഷിൻ പോയത് സുഷിൻഗ്യുവിനെ വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. പ്രണയനൈരാശ്യം അവനെ വലിയ രീതിയിൽ ബാധിച്ചു. ആ ഒരു അവസ്ഥയിലിരുന്ന് സുഷിൻഗ്യു ഒരു പാട്ടെഴുതി. ഒരു കാരണവുമില്ലാതെ തന്നെ വിട്ടിട്ട് പോയ പ്രണയിനിയെ പറ്റിയായിരുന്നു ആ പാട്ട്. ആ പാട്ടിൽ താൻ എത്രമാത്രം തന്റെ പ്രണയിനിയെ മിസ് ചെയ്യുന്നുണ്ട് എന്നും അവൻ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ മിസ്സിംഗ് യു എന്ന പേരിൽ ആ ആൽബം പുറത്തിറങ്ങിയതും അതൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറാൻ തുടങ്ങി. എല്ലാവരും ആ ആൽബത്തിനെ പറ്റി തുടർച്ചയായി സംസാരിച്ചു. അടുത്തു തന്നെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ ആ ആൽബത്തിന്റെ പേരിൽ സുഷിൻഗ്യു പരിഗണിക്കപ്പെട്ടു. വൈകാതെ അവൻ അവാർഡിന് അർഹനുമായി. അന്ന് അവാർഡ് വാങ്ങാൻ സുഷിൻഗ്യു വേദിയിലേക്ക് കയറുമ്പോൾ കാണികൾക്കിടയിൽ നിറക്കണ്ണുകളോടെ സന്തോഷത്തോടെ ടിയാൻഷിനും ഇരിപ്പുണ്ടായിരുന്നു. അവാർഡ് വാങ്ങിക്കഴിഞ്ഞ് സുഷിൻഗ്യു സംസാരിക്കാൻ തുടങ്ങി. സംസാരം മുഴുവൻ ആ ഗാനത്തിനെ പറ്റിയും ടിയാൻഷിനെ പറ്റി
ചോദ്യമായിരുന്നു. ഒന്നും പറയാതെ ടിയാൻഷിൻ എങ്ങോട്ടാ പോയത് എന്ന് തനിക്കറിയില്ലെന്നും എന്തിനാ പോയതെന്നറിയില്ലെന്നും അവൾ തന്നിലേക്ക് തന്നെ തിരികെ വരും എന്ന പ്രതീക്ഷയെന്നും പബ്ലിക്കായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പറഞ്ഞു. ഒപ്പം ടിയാൻഷിനെ താൻ എത്രമാത്രം പ്രണയിക്കുന്നെന്നും അവൻ ആ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ തുറന്നു പറഞ്ഞു. പിന്നാലെ എവിടെ നിന്നെങ്കിലും ടിയാൻഷിൻ തന്റെ ഈ സംസാരം കേൾക്കുമെങ്കിൽ നമ്മൾ ആദ്യമായി ഡേറ്റ് ചെയ്ത സമയത്ത് പോയ സ്ഥലമില്ലേ, അവിടെ നിനക്കായി ഞാൻ കാത്തിരിക്കുമെന്നും അവിടെ വരണമെന്നും അവൻ അവളോടായി പറഞ്ഞു. ടിയാൻഷിന്റെ ആ സംസാരം മുഴുവൻ മെയ്ജിയെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. മെയ്ജിക്ക് കുറ്റബോധം തോന്നി. സുഷിൻഗ്യുവിന്റെ അടുത്ത് നിന്റെ സന്തോഷവും പ്രണയവും തിരികെ പിടിക്കാൻ നീ ഫൈറ്റ് ചെയ് എന്ന് മെയ്ജി ഏറെ സന്തോഷത്തിൽ അഭിമാനത്തിൽ പറഞ്ഞു. പറഞ്ഞ സമയത്ത് സുഷിൻഗ്യു അവർ ആദ്യം ഡേറ്റ് ചെയ്ത പാർക്കിലെത്തി ടിയാൻഷിനെ കാത്തുനിന്നു. ടിയാൻഷിനും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഇരുവരും വീണ്ടും അവിടെ വെച്ച് കണ്ടുമുട്ടി. താൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ചുവന്ന ആ ബ്രേസ്ലെറ്റ് സുഷിൻഗ്യു ടിയാൻഷിന്റെ കയ്യിൽ അണിയിച്ചു. ഏറെ സന്തോഷത്തിലും പ്രണയത്തിലും ഇരുവരും അവിടെ വെച്ച് ചുംബിച്ചു. രണ്ടു പ്രണയിതാക്കളും വീണ്ടും ഒന്നുചേരപ്പെട്ടു. ആ ദൃശ്യത്തോടെ മനോഹരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.